പോലീസ് ഭീഷണിയെ ചോദ്യം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമർദ്ദനത്തിനിരയാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആഭ്യന്തര വകുപ്പിനും കേരള പോലീസിനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 2023 ഏപ്രിൽ 5 നടന്ന അതിക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്താണ് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായത്. നീണ്ട 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ പോലീസിന്റെ 3ാം മുറയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തൃശൂർ ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ധരിച്ചിരുന്ന ഷർട്ടടക്കം ഊരിമാറ്റിയ നിലയിലായിരുന്നു സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പോലീസ് സ്റ്റേഷനിൽ ഇയാളെ എത്തിച്ചത് മുതൽ പോലീസ് സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് കുനിച്ചു നിർത്തി സുജിത്തിന്റെ പുറത്തും മുഖത്തുമടക്കം അടിക്കുന്നത് ദൃശ്യത്തിലുണ്ട്. SI നുഹ്മാനും CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ ചേർന്നായിരുന്നു ക്രൂരമർദ്ദനം. പിന്നാലെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചതായി കണ്ടെത്തി. സംഭവത്തിൽ സുജിത്ത് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസ് വിചാരണ ഘട്ടത്തിലാണ്. സംഭവത്തിനു പിന്നാലെ വിവരാവകാശ നിയമപ്രകാരം സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വൈകിക്കുകയായിരുന്നു. ഇതോടെയാണ് സുജിത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിച്ച് അനുകൂല ഉത്തരവ് സമ്പാദിച്ചത്. നേരത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന KC സേതു സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലും സുജിത്തിന് മർദ്ദനമേറ്റതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. SI നുഹ്മാനും CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരും ചേർന്ന് സുജിത്തിനെ മർദ്ദിച്ചതിന് CCTV ദൃശ്യങ്ങൾ തെളിവായി ഉണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. സ്റ്റേഷനിൽ എത്തുന്നതിനു മുമ്പ് വഴിയിൽ നിർത്തി മർദ്ദിച്ചു എന്ന ആരോപണവും റിപ്പോർട്ട് ശരിവെക്കുന്നു. ഒറീന ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി മർദ്ദിച്ചു എന്നായിരുന്നു ആരോപണം. അതേസമയം കസ്റ്റഡി മർദ്ദന കേസ് ഒതുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ 20 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന് സുജിത്ത് വെളിപ്പെടുത്തി. 4 പോലീസുകാർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. CCTVയിൽ ഉൾപ്പെടാത്ത 2 പേർ കൂടി തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നും സുജിത്ത് പറഞ്ഞു. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുമെന്ന് അറിയിച്ചു.